Good morning. Today we can discuss McClelland's achievement motivation theory. The achievement motivation theory was introduced by David McClelland during 1960s, and this theory is based on Maslow's hierarchy of needs. അതായത് ഡേവിഡ് മാക്ലാൻ ഹാസ് ഡെവലപ്ഡ് എ തിയറി ഓൺ 3 ടൈപ്സ് ഓഫ് മോട്ടിവേറ്റിംഗ് നീഡ്സ്. മാസ്ലോസിൻ്റെത് 5 ആയിരുന്നു, പക്ഷേ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി ഈസ് ബേസ്ഡ് ഓൺ 3 നീഡ്സ്. ഏതൊക്കെയാണ്? അച്ചീവ്മെൻറ്റ് മോട്ടീവ്, അഫിലിയേഷൻ മോട്ടീവ് ആൻഡ് പവർ മോട്ടീവ്. So according to him, individual possess 3 needs which are not innate. They are learned through culture, age and experience. അപ്പം ദീസ് 3 മെയിൻ നീഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ദ നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് ദ നീഡ് ഫോർ പവർ. So these 3 motivators, these are the motivators which are present in varying degrees എന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എവ്രി വൺ പൊസസ് ദീസ് നീഡ്സ് ഇൻ varying degrees. However, one of the needs will tend to be more characteristics of the individual rather than the needs, other two. അപ്പം ഈ ഒരു മോട്ടിവേഷൻ തിയറിയിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ദെൻ അഫിലിയേഷൻ, ദെൻ പവർ. സോ ഫസ്റ്റ് വൺ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ ബീയിങ്സ് ഡിസ്റ്റിങ്ക്ട്ലി പൊസസ് ദ നീഡ് ഓർ ഡിസയർ ടു അച്ചീവ് സംതിങ്. അതായത് ഈ എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. ആ ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് അതിന് അവരെങ്ങനെയൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. പൊതുവെ അവരുടെ സ്വഭാവ ഗുണങ്ങൾ, ദേ ആർ ചാലഞ്ചിങ്, ദേ ലൈക്ക് വർക്കിംഗ് അലോൺ ഓർ വിത്ത് അതർ അച്ചീവേഴ്സ്. അതായത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണം, ഞാൻ ഇന്നൊരു രീതിയിൽ എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട്. ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്, ദേ ലൈക്ക് ഫീഡ്ബാക്ക് ടു അസസ് ദിയർ പ്രോഗ്രസ്. These individuals will perform better if money is linked with their achievements. മനസ്സിലായോ? So for this purpose they compete to reach a certain standard of excellence or make a unique contribution that can speak of their achievement. അപ്പോൾ അവർ ഒന്നുകിൽ എന്ത് ചെയ്യും? അവരെന്തും ചെയ്യാൻ റെഡിയാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ അതാണ് വരുന്നത്. അതായത് ഇത് ആളുകളുടെ ഒരു തരത്തിലുള്ള ആവശ്യമാണ്, അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് നീഡ് ഇസ് നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ് സോഷ്യൽ ആനിമൽസ് ആണ്. ദേ ട്രൈ ടു അഫിലിയേറ്റ് ദംസെൽസ് വിത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. അതായത് ആളുകളുമായിട്ട് ഒത്തൊരുമിച്ച് എന്താ പറയുക, സ്നേഹത്തോടെ കഴിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അതായത് ഇൻഡിവിജ്വൽസ് ഹാവിങ് ദിസ് നീഡ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ദേ ആർ കൺസേൺഡ് ഇൻ ബീയിങ് ലൈക്ഡ് ഓർ ബീയിങ് ആക്സെപ്റ്റഡ്. അവരെല്ലാവരും അംഗീകരിക്കണം, അവരെല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ദേ ഫോം ഇൻഫോർമൽ റിലേഷൻഷിപ്പ്, അവർക്കൊരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, നല്ല കൂട്ടുകെട്ടുകൾ. ദെൻ ദേ ആർ വെരി കോപ്പറേറ്റീവ്, ദീസ് പീപ്പിൾ പെർഫോം ബെറ്റർ ഇൻ ടീം. മനസ്സിലായല്ലോ? അങ്ങനെ എല്ലാവരാലും അംഗീകരിക്കപ്പെടണം, എല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആ ഒരു നീഡാണ് ശരിക്കും അഫിലിയേഷൻ മോട്ടീവിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ഈസ് നീഡ് ഫോർ പവർ. അതായത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്? ആളുകളുടെ ഇടയിൽ ഒരു ലീഡർഷിപ്പ്, അതായത് ഒരു ലീഡർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി പീപ്പിൾ ഫോർ ഹൈ നീഡ് ഫോർ പവർ ആർ ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ. ദേ ലൈക്ക് ടു ബി അറ്റ് ദ സെൻറ്റർ ആൻഡ് ആർ ഗുഡ് ഒറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, ലീഡേഴ്സായിട്ട് ഇങ്ങനെ എന്താ പറയുക എല്ലാ കാര്യത്തിലും ഒന്ന് ലീഡ് ചെയ്തിട്ടൊരു എന്താ പറയുക ഒരു ലീഡറായി നിന്നുകൊണ്ട് എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അവർക്ക് അങ്ങനെയുള്ള എന്താ പറയുക കലകളൊക്കെ ഉണ്ടാവും. But they are like to control others, they are argumentative,
then their ability to influence people, and these people are suitable for leadership roles. അപ്പോൾ ഈ 3 മോട്ടീവ്സ് ആണ് ഏതിൽ പറഞ്ഞിട്ടുള്ളത്, മെക്ലെലാൻഡ്സ് നീഡ് 3 നീഡ് മോഡലിൽ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 നീഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡിവിജ്വൽസ് വിത്ത് എ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് thrive on jobs and projects that tax their skills and abilities. അപ്പോൾ such individuals are goal oriented in their activities എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ തിയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 പ്രീ റിക്വസിറ്റ്സാണ് പറയുന്നത്. മാനേജേഴ്സ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഐഡൻറ്റിഫൈങ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഈ മോട്ടിവേഷൻ തിയറിയിൽ ഈ മാനേജേഴ്സ് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും നീഡ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം മാനേജേഴ്സിന്. അതേപോലെ മാനേജേഴ്സ് ഷുഡ് മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു ദിയർ നീഡ്സ്. എന്നിട്ട് ആ 3 നീഡ്സ് കണ്ടറിഞ്ഞുകൊണ്ട്, മെക്ലെലാൻഡ്സ് തിയറിയിൽ പറയുന്നതാണ്, ഈ 3 നീഡ്സ് കണ്ടറിഞ്ഞുകൊണ്ട് വേണം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഹൈ നീഡ് ഓഫ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ദേ ഷുഡ് ബി ഗിവൺ ചാലഞ്ചിങ് ബട്ട് റിയലിസ്റ്റിക് പ്രോജക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇൻഡിവിജ്വൽസ് വിത്ത് എ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ദേ ത്രൈവ് ഓൺ ജോബ്സ് ആൻഡ് പ്രോജക്റ്റ് ദാറ്റ് ടാക്സ് ദെയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് അവരെടുക്കുക. Such individuals are goal oriented in their activities, seek a challenge and want relevant feedback. മനസ്സിലായല്ലോ? അപ്പോൾ they should be given constant feedback. For them money is not the main motivator. Feedback, appreciation and recognition is more important for them. മനസ്സിലായല്ലോ? They must be grouped with other achievers for better performance. അപ്പം നല്ല എന്താ പറയുക, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അവരുടെ കൂടെ ഇട്ട് കൊടുത്താൽ അവരെ റോൾ മോഡൽസ് ആക്കിക്കൊണ്ട് അവരെന്താക്കും, ദേ വിൽ അച്ചീവ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പറയുന്ന ഹൈ നീഡ് ഓഫ് അഫിലിയേഷനാണ്. ഈ ഹൈ നീഡ് ഓഫ് അഫിലിയേഷനിൽ പറയുന്ന ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ അഫിലിയേഷൻ നീഡ്സ് വാല്യൂ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്സിബിറ്റ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് അതർ പീപ്പിൾസ് ഫീലിങ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ദേ വിൽ പെർഫോം ബെറ്റർ ഇൻ എ ടീം. അവർക്ക് അങ്ങനെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത്. അപ്പോൾ ദേ ഷുഡ് നോട്ട് ബി ഗിവൺ ചാലഞ്ചിങ് ടാസ്ക്, ദേ പ്രിഫർ മാനേജറിയൽ ടാസ്ക്. ആളുകളുമായിട്ട് ഒത്തുപിടിച്ച് പോവുക, സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ദേ ഷുഡ് ബി ഗിവൺ ഫീഡ്ബാക്ക് ഇൻ പ്രൈവറ്റ് റാദർ ദാൻ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ഇനി ആ കൂട്ടരെ ആ രീതിയിൽ വേണം മോട്ടിവേറ്റ് ചെയ്യാൻ. ഇനി മൂന്നാമതുള്ള നീഡ് എന്ന് പറയുന്നത് ഹൈ നീഡ് ഓഫ് പവർ ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ഇൻഡിവിജ്വൽസ് വിത്ത് ഹൈ പവർ നീഡ്സ് സീക്ക് ടു ഡോമിനേറ്റ്, ഇൻഫ്ലുവൻസ് ആൻഡ് ഹാവ് കൺട്രോൾ ഓവർ പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ചിലർ കണ്ടിട്ടില്ലേ, ഒരു ഗ്രൂപ്പിലാണെങ്കിലും മുന്നോട്ട് ഇറങ്ങി വന്നുങ്ങാണ്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നീഡാണ് ശരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ ദീസ് പീപ്പിൾ ഷുഡ് ബി പ്രൊവൈഡഡ് ലീഡർഷിപ്പ് റോൾസ് വെൻ എവർ പോസിബിൾ ബിക്കോസ് ദേ ലൈക്ക് ടു റൂൾ. അതേപോലെ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആസ് ദേ ലൈക്ക് ടു നോ ദ റിയൽ സിറ്റുവേഷൻ. അതേമാതിരി ദേ ഷുഡ് ബി മോട്ടിവേറ്റഡ് ബൈ ഓഫറിങ് കരിയർ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മനസ്സിലായോ? അപ്പം ഈ 3 നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം മാനേജേഴ്സ് ഇൻഡിവിജ്വൽസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് മെക്ലെലാൻഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് മെക്ലെലാൻഡ്സ് കോൺസെപ്റ്റ് ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഇസ് റിലേറ്റഡ് ടു ഹേഴ്സ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി. അത് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല, ഏകദേശം അതിനോടും സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് പീപ്പിൾ വിത്ത് ഹൈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ടെൻസ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ദി മോട്ടിവേറ്റേഴ്സ്. അതായത് കൂടുതൽ നേടിയെടുക്കണം എന്ന സ്ഥാനത്തെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ അങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സ് അവർക്ക് വേണ്ടത്. നേരെ മറിച്ച് വിത്ത് ലോ അച്ചീവ്മെൻറ്റ് ടെൻ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ എൻവയോൺമെൻറ്റ് ഓർ ഹൈജീനിക് ഫാക്ടേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ മെക്ലെലാൻഡ്സ് റിസർച്ച് റിവീൽ ദാറ്റ് മാനേജേഴ്സ് ജനറലി സ്കോർ ഹൈ ഇൻ ദ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. അതായത് ഈ മോട്ടിവേറ്റിംഗ് ഫോഴ്സസ് ഫോർ മാനേജേഴ്സ് ലൈ ഇൻ ദി ചാലഞ്ച് ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ജോബ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിലൊരു തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് പറയുന്നുണ്ട്. ഈ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ മെക്ലെലാൻഡ് ടു ഡെവലപ്പ് ദ തിയറി. അതായത് ഹി യൂസ്ഡ് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ടു മെഷർ ദ സ്ട്രെങ്ത് ഓഫ് എ പേഴ്സൺസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ.
അതായത് കുറേ ഈ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പിക്ചേഴ്സ് കൊടുക്കും. അതെല്ലാം കൂടെ അൺസ്ട്രക്ചേർഡ് പിക്ചേഴ്സ് ആയിരിക്കും. അത് വെച്ച് ഇങ്ങാണ്ട് ഒരു കഥ പോലെ ആളുകൾ എഴുതണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ സ്റ്റോറീസൊക്കെ വരിക. അപ്പോൾ അത് വെച്ചിട്ട് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇൻ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ആൻഡ് അൺസ്ട്രക്ചേർഡ് പിക്ചേഴ്സ് try to arouse many kinds of reactions in the persons being tested. But the reactions help to obtain individuals' own perception of the world. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലാണ് അതിനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുക. സോ മെക്ലെലാൻഡ് says that those with a need for achievement can be motivated to perform when they see at least some chances of success എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് മെത്തേഡ് ഈസ് ബീങ് അപ്രീഷിയേറ്റഡ് ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു ടെസ്റ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മോട്ടീവ്. അപ്പോൾ ഓരോരുത്തരുടെ മോട്ടീവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് നടത്തുന്നത്. However, it is said that the interpretation part is more an art than a science. പക്ഷേ ഇങ്ങനെ ഈ ടെസ്റ്റൊക്കെ നടത്തിയാലും ആ ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു തരം ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയി എന്നൊന്നും വരില്ല അതിൻ്റെ ഇവാലുവേഷൻ. സോ ദസ് ദ മെത്തേഡ്സ് റിലയബിലിറ്റി ഇസ് ഓപ്പൺ ടു ക്വസ്റ്റ്യൻ. അതായത് ബിസൈഡ്സ് ദ ത്രീ ഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് നീഡ്സ് ഇസ് ഓൾസോ ക്വസ്റ്റ്യൻ ബൈ മെനി ഓതേഴ്സ്. അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക മോട്ടിവേഷൻ തിയറിക്കും വേണ്ടത്ര പ്രചാരം കിട്ടിയിട്ടില്ല. അതായത് മെക്ലെലാൻഡ്സ് തിയറി എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ഇൻ ഹെൽപ്പിംഗ് മാനേജേഴ്സ് ഐഡൻറ്റിഫൈ ഹൗ ദേ ക്യാൻ മോട്ടിവേറ്റ് ഇൻഡിവിജ്വൽസ് ടു പെർഫോം ബെറ്റർ. സോ അക്കോർഡിംഗ് ടു ഹിം ഓൾ ഇൻഡിവിജ്വൽസ് പൊസസ് ഓൾ ഓഫ് ദീസ് നീഡ്സ്. അവർ വൺ ഓഫ് ദം ഇസ് മോർ ഡോമിനൻറ്റ്. ഓക്കെ, ഈ 3 നീഡ്സും ആളുകളിലുണ്ടാവും. പക്ഷെ അതിൽ ഒന്ന് മാത്രമാണ് കൂടുതൽ എന്താ പറയുക ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.